ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം ടാക്സേഷനിലെ സെമിസ്റ്റർ 1 മെയിൻ സബ്ജക്റ്റായ കോർപ്പറേറ്റ് റെഗുലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. CRAയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കമ്പനി ലോ. ഇതിൽ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ് കമ്പനി. ഡിഫൈൻ എ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതേണ്ടതെന്നാണ്. നോക്കൂ, company is also defined as a voluntary incorporated association which is an artificial person created by law with limited liability having a common seal and perpetual succession. അപ്പോൾ എന്താണ് കമ്പനി എന്നത്? ഒരു വോളണ്ടറി ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. വിച്ച് ഈസ് an artificial person. ആരത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. അവർക്ക് എന്തുണ്ട്? ഹാവിങ് എ കോമൺ സീൽ ആൻഡ് ഓൾസോ ഹാവിങ് പെർപച്വൽ സക്സഷൻ. അതാണ് കമ്പനി എന്നത്. അപ്പോൾ ഡിഫൈൻ എ കമ്പനി നമ്മൾ ഇങ്ങനെ എഴുതേണ്ടത്: കമ്പനി ഈസ് എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് an artificial person created by law with limited liability having a common seal and perpetual succession. ഇനി എന്തെല്ലാമാണ് ഒരു രജിസ്റ്റേർഡ് കമ്പനിയുടെ ക്യാരക്ടേഴ്സ് നോക്കാം. ഒന്നാമത്തെയാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എന്തായിരിക്കണം? ദ മെയിൻ ഫീച്ചർ ഓഫ് എ കമ്പനി ഇൻ ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. എന്താണ്? അതിനെന്താ? ഓണറിൽ നിന്ന് സെപ്പറേറ്റ് ആണ് കമ്പനി. ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എ കമ്പനി ഈസ് ഇൻ ലോ റിഗാർഡ് ആസ് എൻ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പർ. കമ്പനിയിലുള്ള മെമ്പേഴ്സിൽ നിന്ന് കമ്പനി സെപ്പറേറ്റഡ് ആണ്. ലോ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ദ കമ്പനീസ് മണി ആൻഡ് പ്രോപ്പർട്ടി ബിലോങ് ടു ദ കമ്പനി ആൻഡ് നോട്ട് ടു ദ ഷെയർ ഹോൾഡർ. കമ്പനിയുടെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ കമ്പനിയുടെ മണി ആർക്കുള്ളതാണ്? അത് കമ്പനിക്ക് തന്നെ ഉള്ളതാണ്, അല്ലാണ്ട് അത് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനുള്ളതല്ല. ഇതാണ് എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് എന്നാണ്. കമ്പനിയും അതുപോലെ തന്നെ അതിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സും രണ്ടാണ്. ദേ ആർ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ്. അതാണ് ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി. നെക്സ്റ്റ് ക്യാരക്ടറാണ് ലിമിറ്റഡ് ലൈബിലിറ്റി. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഫീച്ചർ ദാറ്റ് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻവെസ്റ്റ് മണി ഇൻ ലിമിറ്റഡ് കമ്പനീസ്. ഈ ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന ഫീച്ചർ കൊണ്ടാണ് മിക്ക ആൾക്കാരും ഈ ലിമിറ്റഡ് കമ്പനീസിൽ മണി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത്. എ കമ്പനി മേ ബി എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ഓർ എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഒരു കമ്പനി എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർ ആയിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിരിക്കും. ഇൻ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ദ ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർ. ഇപ്പൊ കമ്പനി ലിമിറ്റഡ് ആയിരിക്കും ഷെയർ വെച്ചാണെങ്കിൽ എന്താണ് ആ ഒരു മെമ്പറിന്റെ ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്? ഷെയർ വാല്യൂ എന്തോരം കാശ് ഇനി തിരിച്ചടയ്ക്കാനുണ്ട്, ആ അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർ മാത്രമാണ് ലിമിറ്റഡ് എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയറിന്റെ അതിലുള്ള മെമ്പേഴ്സിന്റെ ലൈബിലിറ്റി എന്നത്. എന്നാൽ ഇൻ എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ദ ലൈബിലിറ്റി ഓഫ് മെമ്പർ ഈസ് ലിമിറ്റഡ് ടു സച്ച് എമൗണ്ട് ദാറ്റ് ദ മെമ്പേഴ്സ് മേ അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ് ഓഫ് ദ കമ്പനി ഇൻ ദി ഇവന്റ് ഓഫ് ഇറ്റ്സ് ബീങ് വൂണ്ട് അപ്പ്. അപ്പൊ എന്താണ്? കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്ര എമൗണ്ട് അടച്ചോളാം എന്നൊരു ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടോ? ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് അത്രയ്ക്കും എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയുടെ അതിലുള്ള മെമ്പേഴ്സിന്റെ ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. എ കമ്പനി ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് വിത്ത് അൺലിമിറ്റഡ് ലൈബിലിറ്റി ഓൾസോ. ലിമിറ്റഡ് ലൈബിലിറ്റി മാത്രമല്ല, എന്താണ് അൺലിമിറ്റഡ് ലൈബിലിറ്റി ആയിട്ടാലും കമ്പനി തുടങ്ങാവുന്നതാണ്. അപ്പോൾ ലിമിറ്റഡ് ലൈബിലിറ്റി എന്നതാണ് ഒരു കമ്പനിയുടെ ഒരു രജിസ്റ്റേർഡ് കമ്പനിയുടെ സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ്? ബൈ ഷെയർ ഉണ്ട്, ബൈ ഗ്യാരണ്ടി ഉണ്ട്. ബൈ ഷെയർ എന്ന് വെച്ചാൽ എന്താണ്? ഷെയർ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഷെയർ 10 രൂപയാണെങ്കിൽ ആ 10 രൂപ എത്ര രൂപയാണോ ഇനി പേ ചെയ്യാനുള്ളത്? ഇപ്പം 8 രൂപ പേ ചെയ്ത് കഴിഞ്ഞു, ഇനി 2 രൂപയാണ് അൺപെയ്ഡ് വാല്യൂ. ആ 2 രൂപയാണ് മാത്രമാണ് എന്താണ് ആ ഷെയർ ആ മെമ്പറിന്റെ ആകെയുള്ള ലൈബിലിറ്റി എന്നത്. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ 1 lakh rupees അടച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 1 lakh rupees ആയിരിക്കും എൻ്റെ ലൈബിലിറ്റി എന്നത്. എന്നാൽ ഇത് മാത്രമല്ല, അൺലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്, അങ്ങനത്തെ അൺലിമിറ്റഡ് കമ്പനീസും ഉണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, ലിമിറ്റഡ് ലൈബിലിറ്റി. മൂന്നാമത്തെയാണ് പെർപെച്വൽ സക്സഷൻ. എന്താ നോക്കാം. എ കമ്പനി നെവർ ഡൈസ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ എനി മാനർ അഫക്റ്റഡ് ബൈ ഇൻസോൾവൻസി, മെന്റൽ ഡിസോർഡർ ഓർ ഡെത്ത് ഓഫ് എനി ഓഫ് ഇറ്റ്സ് മെമ്പർ. എന്താണ്? കമ്പനി ഒരിക്കലും നിൽക്കില്ല. ഒരു ഓണർ മരിച്ചാൽ അവിടെ അടുത്ത ആൾ കയറി വരും. അപ്പോൾ എന്താണ് അവിടെ ഇൻസോൾവൻസിയോ അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡറോ അല്ലെങ്കിൽ ഡെത്തോ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഈവൻ ഇഫ് ഓൾ ഇറ്റ്സ് മെമ്പർ ആർ ഡെഡ്.
ആ കമ്പനി എന്താണ് ഇനിയും വേണ്ടി തുടരും. ആ കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സ് മരിച്ചു പോയാൽ പോലും ആ കമ്പനി പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ എ പ്രോസസ് ഓഫ് ലോ ആൻഡ് ക്യാൻ ബി പുട്ട് ടു എൻഡ് ഓൺലി ബൈ ദ പ്രോസസ് ഓഫ് ലോ. കമ്പനി ഉണ്ടായിരിക്കുന്നത് ലോ വച്ചാണ്. ലോ വെച്ച് മാത്രമേ കമ്പനി എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവിടുത്തെ എല്ലാ മെമ്പേഴ്സും മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്പനി ഒരിക്കലും തീരില്ല, കമ്പനി ഒരിക്കലും ഡൈ ചെയ്യില്ല. അപ്പോൾ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഷുഡ് ബി എൻഡ് വിത്ത് ദ പ്രോസസ് ഓഫ് ലോ ഇറ്റ്സെൽഫ്. അതാണ് പെർപെച്വൽ സക്സഷൻ. നാലാമത്തെയാണ് കോമൺ സീൽ. ആസ് എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇറ്റ് കനോട്ട് സൈൻ ഇറ്റ്സ് നെയിം ഓൺ എ കോൺട്രാക്ട്. നമുക്കറിയാവുന്നതാണ് കമ്പനി എന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. പക്ഷെ എന്താണ്, ഇവർക്ക് സൈൻ ചെയ്യാനൊന്നും സാധിക്കില്ല പേപ്പറിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ. സോ വെൻ എ കമ്പനി എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ത്രൂ ഇറ്റ്സ് ഏജന്റ്, ഇറ്റ് ഈസ് ഒത്തന്റിക്കേറ്റഡ് ആൻഡ് മെയ്ഡ് ബൈൻഡിങ് ഓൺ ദ കമ്പനി ബൈ അഫിക്സിംഗ് ദ കോമൺ സീൽ ഓഫ് ദ കമ്പനി. അപ്പൊ എങ്ങനെയാണ് കമ്പനിയാണ് ഈ കോൺട്രാക്ട് ഏറ്റവും മനസ്സിലാക്കണേ? കമ്പനി ആ കോൺട്രാക്ട് ഏക്കുന്നത് അതിന്റെ ഏജന്റ് വെച്ചേക്കും. അപ്പോൾ ഏജന്റ് എന്ത് ചെയ്യണം? കമ്പനിയുടെ സീലായിരിക്കും ആ കോൺട്രാക്ട് വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഏജന്റിന്റെ സിഗ്നേച്ചർ ഒന്നായിരിക്കില്ല, കമ്പനി സീൽ. അപ്പോൾ ഇത് സ്പെസിഫൈ എന്താണ്? കമ്പനിയാണ് ആ കോൺട്രാക്റ്റിൽ ഏറ്റിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കമ്പനിയുടെ സീൽ വെച്ചിട്ടുള്ളത്. അതാണ് കോമൺ സീൽ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. Unlike a partnership firm or any other association, the share of a company are freely transferable and can be bought or sold in the share market. കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചാൽ നമുക്കത് എന്ത് ചെയ്യാം? വിൽക്കാൻ സാധിക്കും. നമുക്കത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം, ഷെയർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം. പക്ഷെ പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ വേറെ ഏത് അസോസിയേഷൻ ആയാലും ഇത് സാധിക്കില്ല. അപ്പോൾ കമ്പനിയുടെ ഏറ്റവും വലിയ ഫീച്ചറാണ് നമുക്ക് വേണമെങ്കിൽ ഷെയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് ആണ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. എ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് therefore it is capable of enjoying, owning and disposing of property of its own. അപ്പോൾ എന്താണ്, കമ്പനി എന്നതെന്നാണ് ഒരു ലീഗൽ പേഴ്സൺ ആണ്. അപ്പോൾ ഒരു വ്യക്തി എന്തൊക്കെ എൻജോയ് ഉണ്ടോ, എന്തൊക്കെ എൻജോയ്മെന്റ് ഉണ്ടോ, അയാൾക്ക് പ്രോപ്പർട്ടി ഉണ്ടാവും, സ്വത്ത് എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പനിക്ക് എന്തുണ്ട്? സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും. അവർക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാം, എല്ലാ റൈറ്റ് എന്തുണ്ട്? കമ്പനിക്ക് ഉണ്ട്. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. നെക്സ്റ്റ് ഫീച്ചർ ആണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. അപ്പൊ എന്താണ്, സാധാ ആൾക്കാരെ പോലെ തന്നെ കമ്പനിക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് കേസ് ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ കമ്പനിയുടെ എതിരെ നമുക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. അതാണ് എ കമ്പനി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് കോർപ്പറേറ്റ് നെയിം. ദിസ് കപ്പാസിറ്റി ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യനെ പോലെ തന്നെ നമുക്ക് കമ്പനിക്ക് എതിരെ കേസ് കൊടുക്കാം. അതുപോലെ കമ്പനിക്ക് അതുപോലെ അതിന്റെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ആരുടെ എതിരെ വേണമെങ്കിലും കേസ് കൊടുക്കാം. അതാണ് കപ്പാസിറ്റി സ്യൂ ആൻഡ് ബി സ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇപ്പൊ എന്താണ്, കമ്പനി എന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിന് ബോഡിയോ സോളോ ഒന്നും ഉണ്ടാവില്ല. ലോ അതിനെന്താണ്, ഒരു പേഴ്സൺ ആയിട്ടാണ് കൺട്രോൾ. അതുകൊണ്ട് തന്നെ എന്താണ്, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇതെല്ലാമാണ് നമ്മുടെ കമ്പനിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? കമ്പനി എന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. അതുപോലെ തന്നെ കമ്പനിക്ക് എന്താവും? ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. കമ്പനിക്ക് പെർപെച്വൽ സക്സഷൻ ആണ്. കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടാവും. കമ്പനിക്ക് എന്ത് ചെയ്യാം? ഷെയർ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാം. കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. കമ്പനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. കപ്പാസിറ്റി സ്യൂ ആൻഡ് ബി സ്യൂഡ്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇതെല്ലാമാണ് കമ്പനിയുടെ ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് ആണ് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തെല്ലാം. കമ്പനിയുടെ ഫീച്ചേഴ്സ് അല്ല, ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2030. കമ്പനീസ് ആക്ട് 2030ന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. ഒന്നാമത്തെ ഫീച്ചർ ആണ് ഫ്ലെക്സിബിലിറ്റി. കമ്പനീസ് ആക്ട് വളരെ ഫ്ലെക്സിബിൾ ആണ്. നെക്സ്റ്റ് ഫീച്ചർ ആണ് വൈഡർ സ്കോപ്പ്. നമ്മുടെ കമ്പനി ആക്ടിന് വൈഡർ സ്കോപ്പ് ആണ്. സോ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? കമ്പനീസ്, ബോഡി കോർപ്പറേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റീസ്, ഇതെല്ലാം കവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വൈഡർ സ്കോപ്പ് ആണ്. ലിബറൽ അഡ്മിനിസ്ട്രേഷൻ. കമ്പനീസിന് കുറച്ചുകൂടി പവർ കൂടുതൽ കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കമ്പനി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു ലിബറൽ ആണ്. പിന്നെ സ്ട്രിക്ട് പണിഷ്മെന്റ്. കമ്പനി എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്ട്രിക്ട് പണിഷ്മെന്റ് ആയിരിക്കും അവർ ഫേസ് ചെയ്യേണ്ടി വരിക. സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ നമ്മുടെ കമ്പനീസ് ആക്ട് എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കമ്പനീസിനെ റൂൾ ചെയ്യാനും ഗൈഡ് ചെയ്യാനൊക്കെ ആയിട്ട്. സ്യൂട്ടഡ് ഫോർ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്. ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിന് സെറ്റായ രീതിയിലാണ് കമ്പനീസ് ആക്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഈ കമ്പനീസ് ആക്ടിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? കോർപ്പറേറ്റ് ഗവർണൻസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻഫോർമേഷൻ ടെക്നോളജി. ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഹെൽപ്പോടെ നമ്മുടെ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനും അത് ഇൻഫോർമേഷൻ കളക്ഷൻ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതിൽ അതും കൂടി അവിടെ നമ്മുടെ ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ കമ്പനീസ് ആക്ടിന്റെ ഫീച്ചേഴ്സ്. ഒന്നാമത്തേതാണ് വളരെ ഫ്ലെക്സിബിൾ ആണ്, വൈഡർ സ്കോപ്പ് ഉണ്ട്, ലിബറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്, സ്ട്രിക്ട് പണിഷ്മെന്റ് ഉണ്ട്, സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് ആണ്, ഗ്ലോബലൈസ്ഡ് വേൾഡിന് വളരെ സൂട്ടഡ് ആണ്,
കോർപ്പറേറ്റ് ഗവർണൻസും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഫോർമേഷൻ ടെക്നോളജി ഇതിലുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് ഇൻകോർപ്പറേഷൻ്റെ അഡ്വാൻറ്റേജ്. ഒന്നാമത്തെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, എല്ലാ മെമ്പേഴ്സിനും ലിമിറ്റഡ് ലയബിലിറ്റി, കമ്പനിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും എന്തായിരിക്കും, അവരുടെ ലയബിലിറ്റി എല്ലാം ലിമിറ്റഡ് ആയിരിക്കും. അത് ഒന്നുകിൽ ലിമിറ്റഡ് ബൈ ഷെയർ അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിരിക്കും. നെക്സ്റ്റ് സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. എന്താണ്, കമ്പനിയും അതിലെ ഷെയർ ഹോൾഡേഴ്സും അല്ലെങ്കിൽ ഓണേഴ്സും രണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പോൾ കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കമ്പനി നോക്കിയാൽ മതി, ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രശ്നങ്ങൾ ഷെയർ ഹോൾഡേഴ്സ് നോക്കിയാൽ മതി. അപ്പോൾ സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസാണ് ഉള്ളത്. നെക്സ്റ്റ് പെർപെച്വൽ സക്സഷൻ. ഒരിക്കലും കമ്പനി ഡൈ ആവുകയില്ല. അവിടുത്തെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ എല്ലാവരും പോന്നിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ലോ വെച്ചാണെങ്കിൽ അത് എന്ത് ചെയ്യണതും വിത്ത് പ്രോസസ് ഓഫ് ലോ ഇറ്റ് സെൽഫ്. അതാണ് പെർപെച്വൽ സക്സഷൻ. നെക്സ്റ്റ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. എന്താണ്, കമ്പനിയിലെ ഷെയർസ് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, നമുക്ക് ഷെയർ മാർക്കറ്റ് കൊണ്ട് വിൽക്കോ വാങ്ങോ എന്തുകൊണ്ട് ചെയ്യാം. നെക്സ്റ്റ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. മെമ്പേഴ്സിനും കമ്പനിക്കും രണ്ട് സെപ്പറേറ്റ് പ്രോപ്പർട്ടീസാണ് ഉള്ളത്. കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്. കമ്പനി മെമ്പേഴ്സിന് വേണമെങ്കിൽ കമ്പനിക്കെതിരെ സ്യൂ ചെയ്യാം, അതുപോലെ തന്നെ കമ്പനിക്കും അതുപോലെ തന്നെ മെമ്പേഴ്സിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് കപ്പാസിറ്റി സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്. നെക്സ്റ്റ് പ്രൊഫഷണൽ മാനേജ്മെന്റ്. ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ വന്നാലും ഈ കമ്പനിയിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ കമ്പനി മാനേജ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് മാത്രം മതി, കമ്പനിക്ക് അവരുടെ ആയിട്ടുള്ള പ്രൊഫഷണൽ മാനേജ് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിച്ചുള്ളത്. ഇതെല്ലാമാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഒന്നാമത്തേതാണ് ലിമിറ്റഡ് ലയബിലിറ്റി, സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, പെർപസ് സക്സഷൻ ഉണ്ട്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, സെപ്പറേറ്റ് പ്രോപ്പർട്ടി, കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്, പ്രൊഫഷണൽ മാനേജ്മെന്റ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് എന്തെല്ലാമാണ് നമ്മുടെ ഇൻകോർപ്പറേഷൻ ഡിസഡ്വാൻറ്റേജ്. ഒന്നാമത്തെ പ്രൊസീജിയൽ ഫോർമാലിറ്റി. നിറയെ പ്രൊസീജിയൽ ഫോർമാലിറ്റീസ് ചെയ്താൽ മാത്രം നമുക്ക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ പ്രൊസീജിയൽ ഫോർമാലിറ്റീസ് ഉണ്ട്. രണ്ടാമത്തെ വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ഈ ഒരു ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. നെക്സ്റ്റ് കമ്പനി ഈസ് നോട്ട് സിറ്റിസൺ. എത്ര ഒരു പേഴ്സൺ ആണെന്ന് കമ്പനി എന്ന് പറഞ്ഞാലും ഒരിക്കലും കമ്പനി സിറ്റിസൺ അല്ല. അത് ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ മാത്രമാണ്, ഒരിക്കലും അതൊരു സിറ്റിസണായി മാറുകയില്ല. ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വരും ചാപ്റ്ററിൽ അത് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞാലും കമ്പനിയും അതിലെ ഓണേഴ്സും സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞാലും ചില കേസിൽ കോർട്ട് ആ ഒരു സെപ്പറേഷൻ മാറ്റി കമ്പനിയും ആ ഓണേഴ്സും രണ്ടും സെയിം ആണെന്ന് പറയും. അതാണ് ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വീൽ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻകോർപ്പറേഷൻ അഡ്വാൻറ്റേജ് അവിടെ മിസ്സാവാണ്. എന്നാണ് ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വീൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കോർപ്പറേറ്റ് സ്കാംസ്. ഈ ഓണേഴ്സ് അല്ലെങ്കിൽ എന്താണ് പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ പേരും പറഞ്ഞ് കുറെ ഇന്നസെന്റ് പബ്ലിക്കിനെ ഒക്കെ പറ്റിക്കുന്നുണ്ട്. അതാണ് കോർപ്പറേറ്റ് സ്കാംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, വളരെ എക്സ്പെൻസീവ് ആണ്, കമ്പനി ഒരിക്കലും സിറ്റിസൺ ആവുകയില്ല. ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വീലിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വീൽ എന്നത്. അപ്പോൾ അതിലൂടെ ഇൻകോർപ്പറേഷൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആയ എന്നാൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ലാണ്ടാവുകയാണ്. നെക്സ്റ്റ് കോർപ്പറേറ്റ് സ്കാം. ഇതോടെ നമ്മൾ ഈ ചാപ്റ്ററുടെ മൈൻഡ് അപ്പ് ആവാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ വരുന്നതാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് യൂണിറ്റ് നോക്കുന്നതാണ്. ടിൽ ദെൻ ബൈ.